പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 26 സദൃശ്യവാക്യം 13 വാക്യം. വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹം ഉണ്ട് എന്നിങ്ങനെ മടിയൻ പറയുന്നു. ഹല്ലേലൂയ. മടിയൻ എല്ലാ കാലത്തും പല മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് തൻ്റെ വേല ചെയ്യാതെ ഇരിക്കും. ഇതാ ഇവിടെ സദൃശ്യവാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വഴിയിൽ കേസരിയുണ്ട്, തെരുക്കളിൽ സിംഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മടിയൻ താൻ പോകേണ്ടുന്ന വഴിയിൽ പോകാതെ വെറുതെ ഇരിക്കും. തുടർന്നും നാം ഇങ്ങനെ വായിക്കുന്നു, കതക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തൻ്റെ കിടക്കയിൽ തിരിയുന്നു. മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവന് പ്രയാസം. നോക്ക്, തൻ്റെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു. കുറച്ചുകൂടെ ഉറങ്ങണം, കുറച്ചുകൂടെ ആശ്വസിക്കണം, കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറഞ്ഞ് താൻ തിരിഞ്ഞും മറിഞ്ഞും കിടക്കത്തേ ഉള്ളൂ. എന്നാൽ ഇതാ വേദപുസ്തകം പറയുന്നു, ഒരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവ് ഏൽപ്പിച്ച വേല വിശ്വസ്തയോടെ ചെയ്യുക. അത് ഉത്സാഹത്തോടെ കൈമിടുക്കോടെ കൂടെ കാര്യം ചെയ്യണം. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കണം, വൈകുന്നേരത്ത് നിൻ്റെ കൈ ഇളച്ചിരിക്കരുതെന്ന് സഭാപ്രസംഗി പറയുന്നത് പോലെ അധ്വാനശീലം ഉള്ളവരായിരിക്കണം. അതികാലത്തെ എഴുന്നേറ്റ് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അബ്രഹാമിന് ഒരു ആരാധനയ്ക്ക് വേണ്ടി ദൈവം ആഹ്വാനം കൊടുത്തപ്പോൾ, തൻ്റെ മകനെ ബലിയഴിക്കാൻ ആഹ്വാനം കൊടുത്തപ്പോൾ വേദപുസ്തകം പറയുന്നു, അബ്രഹാം അതികാലത്തെ എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് താൻ ദൈവം അരുളി ചെയ്ത മലയിലേക്ക് പോയി. താൻ അതികാലത്തെ എഴുന്നേറ്റു. യേശു കർത്താവ് അതികാലത്തെ എഴുന്നേറ്റ് രാവിലെ തന്നെ അവൻ പ്രാർത്ഥിക്കാൻ പോയി. യേശുവിൻ്റെ കല്ലറയ്ക്കൽ സുഗന്ധവർഗം പൂശാനുള്ള സ്ത്രീകൾ അവർ അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവരെഴുന്നേറ്റ് കർത്താവിൻ്റെ കല്ലറയ്ക്ക് പോയി. ഈ രാവിലെ സമയം വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ, ഒരു ദൈവ പൈതലിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതാ, ഉത്സാഹത്തോടെ കാര്യം ചെയ്യണം. മടിയൻ്റെ മുമ്പാകെ ഒരു പ്ലേറ്റ് നിറയെ സാധനം വെച്ചാലും തൻ്റെ കൈ അതിലേക്ക് പൂത്തും. പക്ഷേ വേദപുസ്തകം പറയുന്നു, അവിടെ നിന്ന് കൈ തിരിച്ചെടുത്തിട്ട് തൻ്റെ വായിലേക്ക് കൊണ്ടുവരുവാൻ അവന് മടിയാ. ഇതേ വാക്യം തന്നെ നാം സദൃശ്യവാക്യം 19 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ നാം അങ്ങനെ തന്നെ വായിക്കുന്നു, മടിയൻ തൻ്റെ കൈ തളികയിൽ പൂത്തുന്നു, വായിലേക്ക് തിരികെ കൊണ്ടുവരുന്നില്ല. നോക്കുക, തൊട്ടു മുമ്പിലുള്ളത് താൻ എടുത്ത് കഴിക്കാൻ, താൻ എടുത്ത് തൻ്റെ വായിലിടാൻ പോലും മടിയന് ചില സമയത്ത് ഉത്സാഹമില്ല, അവൻ മടി പിടിച്ചിരിക്കും. നിങ്ങളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവിനെ പോലെ ആയിരിക്കണമെന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മുടെ ദൈവം ആരാ? അവൻ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ കാവൽ നിൽക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉറങ്ങാതെ ഉറക്കം തൂങ്ങാതെ ചെയ്യുമെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നിങ്ങളെക്കുറിച്ചും കർത്താവിന് ചില പദ്ധതിയുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, സദൃശ്യവാക്യത്തിൽ തന്നെ നാം ഇങ്ങനെ വായിക്കുന്നു, മടിയാ നീ ഉറുമ്പിൻ്റെ അടുക്ക ചെന്ന് നോക്കി പഠിക്കുക, നീ ഉറുമ്പിനെ നോക്കി പഠിക്കുക. അവന് അധിപതിയില്ല, അവന് മേൽ വിചാരകന്മാരില്ല, എന്നിട്ടും അവർ തൻ്റെ ആഹാരം കരുതി വയ്ക്കുന്നു. വേനൽക്കാലത്തേക്ക് തൻ്റെ ആഹാരം താൻ കരുതി വെക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ അതിനെ അതിജീവിക്കണമെന്ന് അതിന് നന്നായിട്ടറിയാം. ഒരു ഇല്ലാഞ്ഞിട്ടും അത് ഓരോ കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും ചെയ്യുന്നത് മനുഷ്യ നീ നോക്കി പഠിക്കാൻ വേദപുസ്തകം നമ്മെ ഉപദേശിക്കുന്നു. എന്നെ കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ ജനമേ, നിങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഉത്സാഹികൾ ആയിരിക്കണം എന്നത്രേ. ഉത്സാഹികൾ കൈമിടുക്കോടെ കാര്യം സാധിക്കും. പലപ്പോഴും മറ്റുള്ളവരുടെ നന്മ കണ്ടിട്ട് മനുഷ്യർ അസൂയ പൂണ്ട് ദൈവം മുമ്പാകെ പിറുപിറുക്കാറുണ്ട്, ദൈവത്തോട് പരിതപിക്കാറുണ്ട്. കർത്താവെ, അവരങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടു, ഈ മനുഷ്യർക്ക് ഇങ്ങനത്തെ അനുഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് പരിതപിക്കാറുണ്ട്. പ്രിയരെ, നാം കർത്താവിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുമോ? ദൈവവചനം പറയുന്ന പ്രകാരം അധ്വാനിക്കാൻ തയ്യാറാണോ? കർത്താവ് ഏൽപ്പിച്ച വേല ഏതുമായിക്കോട്ടെ അത് വിശ്വസ്തയോടെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളെ അനുഗ്രഹിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തന. നിങ്ങൾക്കറിയാം, പത്രോസ്
പത്രോസിൻ്റെ ജീവിത ചരിത്രം. അവൻ രാത്രി മുഴുവനും അധ്വാനിച്ചു. തൻ്റെ പ്രയത്നം മുഴുവനും തിബരിയാസ് കടലിൽ രാത്രി മുഴുവനും അധ്വാനിച്ച് ചെലവഴിച്ചു. ഹല്ലേലൂയ. എന്നാൽ പ്രഭാതത്തിൽ യേശു കർത്താവ് വന്ന് ഹല്ലേലൂയ പത്രോസിനെ നോക്കുമ്പോൾ പത്രോസ് പടകിൽ നിന്നിറങ്ങി ഒന്നും കിട്ടിയില്ലെങ്കിലും നിരാശ പൂണ്ട് പിറുപിറുത്തുകൊണ്ടിരിക്കുകയല്ല. തൻ്റെ വല കഴുകുന്ന വല ഒരുക്കി വെക്കുന്ന ഒരു പത്രോസിനെയാണ് കാണുന്നത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് വല ഒരു വശത്തേക്ക് എറിഞ്ഞിട്ട് താൻ പോയി താൻ റെസ്റ്റ് എടുക്കുന്നതല്ല കാണുന്നത്. താൻ പടകിൽ തൻ്റെ വല നന്നാക്കുന്ന ഒരു പത്രോസിനെ ദൈവം കണ്ടത്. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് അവൻ തളർന്നു കാണും. എന്നിട്ടും യേശു അവനോട് പറഞ്ഞു, നിൻ്റെ പടകിൽ എനിക്ക് ഇടന്താ. ഒരു മടി കൂടാതെ യേശുവിനെ ആ പടകിൽ അവൻ സ്വീകരിച്ചു. യേശുവിന് ഇടം കൊടുത്തു. തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഒരു സമയത്ത്, ഏറ്റവും ക്ഷീണിക്കപ്പെട്ട സമയത്ത് കർത്താവിന് പടകിൽ ഇടം കൊടുക്കാൻ, കർത്താവിൻ്റെ വാക്കിന് വലയിറക്കാൻ അവൻ തയ്യാറായി. പ്രിയരെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാഠം. നാം പെറുപെറുപ്പ് കൂടാതെ കാര്യങ്ങളെ ചെയ്യണം. നാം അധ്വാനശീലമുള്ളവരായി തീരണം. അങ്ങനെയെങ്കിൽ നിശ്ചയമായി നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട്. നാം ചെയ്യുന്നതൊക്കെയും നോക്കിക്കൊണ്ട് നമുക്ക് പ്രതിഫലം തരുന്നവനാണ് നമ്മുടെ ദൈവം. ഈ രാവിലെ സമയം നാം ദൃഷ്ടി സേവകൾ ചെയ്യുന്ന ലോക മനുഷ്യരല്ലല്ലോ. നമ്മെ കാണുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരാം. നമ്മുടെ വേലയെ നോക്കുന്ന ഉത്സാഹിയായ മടിയില്ലാത്ത ഒരു അപ്പൻ നമുക്കുണ്ട്. അവൻ്റെ സ്വഭാവത്തെ നമുക്ക് ഇന്ന് പകൽക്കാലം പ്രദർശിപ്പിക്കാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ. ആമീൻ.